ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായി ഇറാൻ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുകളെ തുടർന്ന് ഇസ്രയേൽ കനത്ത ജാഗ്രതയിൽ. ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാമെന്ന സൂചനകളെ തുടർന്ന് ഇസ്രയേൽ നേതാക്കൾ ബങ്കറുകളിലേക്ക് മാറിയതായും രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ആശുപത്രികളെല്ലാം സജ്ജമാക്കാനും സൈനിക മേഖലയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരോട് തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. US മുന്നറിയിപ്പും ഇറാന്റെ തിരിച്ചടിയും ഇറാന്റെ പ്രത്യാക്രമണം ഇസ്രയേലിന് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും US വിലയിരുത്തുന്നുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കൈപ്പേറിയതും വേദനാജനകവുമായ തിരിച്ചടിക്ക് ഇസ്രയേൽ കാത്തിരിക്കണമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരിക്കുന്നത്. ശത്രു ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും രക്തസാക്ഷികളായി. അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ദൈവം അനുവദിച്ചാൽ ഉടനെ അവരുടെ കർത്തവ്യങ്ങൾ പുനരാരംഭിക്കും. ഈ കുറ്റകൃത്യത്തോടെ സയനിസ്റ്റ് ഭരണകൂടം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി സ്വയം ഒരുക്കി. തീർച്ചയായും അതവർക്ക് ലഭിക്കും. ഖമേനി ഇത്തരത്തിലാണ് പറഞ്ഞത്. ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. നേരത്തെ തന്നെ ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന് നേരെ സൈനിക നടപടി ആരംഭിച്ചതായി അറിയിച്ചിട്ടുണ്ട്. ടെഹ്റാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവരുന്നുണ്ട്. ഏതാനും ദിവസങ്ങളായി അമേരിക്കയുടെ സമ്മതമില്ലാതെ ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചേക്കുമെന്ന് നേരത്തെ US ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന് നേരെയുള്ള ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്ന് US അറിയിച്ചു. ഇസ്രയേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നു. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് റൂബിയോ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. US ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രയേലിന്റെ ഈ ആക്രമണം. ഞായറാഴ്ച ഒമാനിൽ വെച്ചാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനിരുന്നത്. ഈ ആക്രമണം ഈ നിർണായക ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്നത് ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ചീഫ് കമാൻഡറും മുതിർന്ന സൈനികരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. IRGCയുടെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിയാണ് കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇസ്രയേലും സലാമിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും ഇസ്ലാമിക് ആസാദി യൂണിവേഴ്സിറ്റി പ്രസിഡന്റുമായ മുഹമ്മദ് മെഹ്ദി, ആണവ ശാസ്ത്രജ്ഞനും ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തലവനുമായ ഫെറയുദ്ദീൻ അബ്ബാസിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ പ്രമുഖരുടെ മരണം ഇറാനിൽ കടുത്ത പ്രതിഷേധത്തിനും തിരിച്ചടിക്കുള്ള സമ്മർദ്ദത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണവും ഇറാന്റെ ശക്തമായ തിരിച്ചടി ഭീഷണിയും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഉയർത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സംഭവബഹുലമായ നീക്കങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.